അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ എണീക്കുമ്പോ തന്നെ നല്ല പൊലിവില്ല കേട്ടോ. വേറൊന്നുമില്ല, ഇന്ന് എന്റെ വീട്ടിൽ നോമ്പറക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ കൊണ്ടുപോകാൻ വന്നിക്കണ് കേട്ടോ. അങ്ങനെ വെറുതെ കയ്യും വീശി പോവാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ തന്നെ നല്ല ഉഷാർ ബീഫ് അങ്ങോട്ട് വാങ്ങി. പക്ഷെ പൈസ കൊടുത്തത് ഇപ്പൊ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ ഇതാ വീട്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെറുതെ പറയാ വിചാരിക്കരുതിട്ടോ, നമ്മളെ നാട് അതിനൊരു പ്രത്യേക മൊഞ്ച് തന്നെ കേട്ടോ. പക്ഷെ എത്ര മൊഞ്ചായാലും ഉച്ചക്ക് പുറത്തിറങ്ങുമ്പോ എന്റെ പഠിച്ചോനെ ആ മൊഞ്ച് അങ്ങോട്ട് കരിഞ്ഞു പോവും. അമ്മാതിരി വെയിലാട്ടോ ഇപ്പൊ ഇവിടെ. അങ്ങനെ നമ്മളെ വീട്ടിൽ എത്തിക്കണം കേട്ടോ. കയറി ചെന്നപ്പോ തന്നെ ഇമ്മമ്മ തന്നെ മുന്നിലിരിക്കണ്ടേന് കേട്ടോ. അങ്ങനെ ഉമ്മമാനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിക്കണ്ട് നേരെ ഉമ്മാനെ തപ്പി നടന്നപ്പോ ഉമ്മതാ അടുക്കളയിൽ ഭയങ്കര പണിയിലാട്ടോ. ഉമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഈ പാത്തുമ്മാനെ ഒരുക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പണിക്ക് നിൽക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഓളിയും കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് ഉറക്കി. ആ ഉറക്ക് കണ്ടിക്കാൻ എന്തോ ഒരു മഞ്ചാലേ. ഓളെ ഉറക്കിക്കാണ്ട് നമ്മൾ നേരെ ഉമ്മാന്റെ അടുത്തേക്ക് ചെന്നിട്ടോ. ഉമ്മക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്യാ വിചാരിച്ചു. വൈകുന്നേരമായപ്പോ പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചുരത്തൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ റാഹത്തേന് കേട്ടോ. പക്ഷെ മഴ പെയ്യോ അതില്ല. നമ്മളെ പറ്റിച്ചു കാണ്ട് വേറെ വഴിക്കെങ്കിലും പോട്ടോ. അങ്ങനെ നമ്മളെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോ തന്നെ ടാബിലെല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. വലിയ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നമ്മള് നല്ല ഉഷാറാക്കിക്കണേ. നോമ്പറക്കാൻ നേരത്താട്ടോ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നത്. ഇന്നെല്ലാരും കൂടി നല്ല റാഹത്തായിട്ട് നോമ്പ് തുറന്നു കേട്ടോ. മാഷാ അല്ലാ. അപ്പൊ ഓക്കെ ബൈ.